മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കർത്താവിൻ്റെ വലിയ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു. അതിനകത്ത് ഡിസൈപ്പിൾഷിപ്പിൻ്റെ തത്വങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. 4 തത്വങ്ങളാണ് പറഞ്ഞത്. കം ആൻഡ് സീ 1, കം ആൻഡ് ഫോളോ 2, അല്ല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ കം ആൻഡ് ഡൈ 3, 4ാമത് ഗോ ആൻഡ് മേക്ക് എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗോ ആൻഡ് മേക്ക് പറഞ്ഞതിനകത്ത് 4 കുഷ്ഠരോഗികൾ ആരാമ്യ സൈന്യത്തിൻ്റെ പാളയത്തിൽ ചെന്നിട്ട് ഉള്ള ഒരു അനുഭവം പറഞ്ഞു. അതുമായിട്ട് ചേർന്ന് യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ് ഹാർവസ്റ്റ് ഈസ് പ്ലെൻറ്റി ബട്ട് ദ ലേബറേഴ്സ് ആർ ഫ്യൂ. നമുക്കറിയാം, ദൈവം നമ്മളെ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ വേല ചെയ്യാനായിട്ട് വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിലും ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലെ എസ്കേൽ പ്രവചനത്തിലൊരു വാക്യം ഞാൻ ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എസ്കേൽ 3-ാം അധ്യായത്തിൻ്റെ 17 തൊട്ടുള്ള വാക്യങ്ങളാണ്. 17 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ നിൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ട് അവൻ തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടു തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിലിരിക്കും, നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. അഥവാ നീതിമാൻ തൻ്റെ നീതി വിട്ട് മാറി നീതിയോട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവൻ്റെ മുമ്പിൽ ഇടർച്ച വെക്കുന്നുവെങ്കിൽ അവൻ മരിക്കും, നീ അവനെ ഓർപ്പിക്കായകൊണ്ട് അവൻ തൻ്റെ പാപത്തിൽ മരിക്കും, അവൻ ചെയ്ത നീതി അവന് കടക്കിടുകയുമില്ല, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ നീതിമാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നീ നീതിമാനെ ഓർപ്പിച്ചിട്ട് അവൻ പാപം ചെയ്യാതെ ഇരുന്നാൽ അവൻ പ്രബോധനം കൈക്കൊണ്ടിരിക്കാൻ അവൻ ജീവിക്കും, നീയും നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കളോട് കൊടുക്കുന്ന ഒരു കൽപ്പനയാണ്. നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. ദൈവം നിനക്ക് വചനം തന്നിട്ടുണ്ട്. ഇസ്രായേലിനോട് പറയുന്നതാണ്, നിന്നെ ദൈവത്തിൻ്റെ അവൻ്റെ കാവൽക്കാരൻ, ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞ പോലെ നിങ്ങളെയും എന്നെയും ഒക്കെ ദൈവത്തിൻ്റെ വചനം തന്ന് നിങ്ങളെ സൃഷ്ടിച്ചാക്കിയിരിക്കുക. ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും തുറയിൽ വെച്ച് കർത്താവിനെ കാണുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ഉള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നീ ദുഷ്ടനോട് നീ ഈ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കാതെ അവൻ്റെ ദുഷ്ടതയിൽ അവൻ മരിച്ചാൽ അവൻ്റെ രക്തം നിന്നോട് ചോദിക്കും. അയ്യോ, അതെന്തൊരു ദൈവമായത്! ദൈവം ന്യായവതിയായുള്ള ദൈവമാണ്. ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്തത് യഹോവയായ ദൈവത്തെ ജാതികൾ അറിയാനായിട്ട്, ജാതികൾ അവിടെ പ്രകാശത്തിൽ നടക്കാനായിട്ടാണ്. ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി അതേ ഒരു സിറ്റുവേഷനിൽ അവിടെ നിന്നും ദൈവത്തിൻ്റെ വിഷൻ അതായിരുന്നു, ദൈവത്തിൻ്റെ മഹത്വം ജനങ്ങൾ കാണണമെന്നുള്ളതാണ്. ഇതേ രീതിയിൽ നമുക്ക് 1000 ആണ്ട് വായിച്ച ഒരു സംഭവമുണ്ട്. അത് വരും, നമ്മൾ പറയും അതിനെക്കുറിച്ച്. അന്നും ഇതുപോലെ തന്നെയാണ്. ജാതികൾ, നിങ്ങളുടെ പ്രകാശത്തിൽ ജാതികൾ നടക്കും. സ്തോത്രം! ആ വലിയ പ്രത്യാശയാണ് നമുക്കുള്ളത്. ഇവിടെ അതുപോലെയാണ് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ കാര്യത്തിൽ. ജാതികൾ എന്ന് പറഞ്ഞാൽ അധർമ്മം പ്രവർത്തിക്കുന്നവരെ, ആ അധർമ്മം അവരോട് ഓർപ്പിച്ചില്ലെങ്കിൽ, അവർ വിശ്വാസികളായ നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ അവർ മരണത്തിന് യോഗ്യരായി എന്ന് പറഞ്ഞാൽ പാതാളത്തിലേക്ക് പോയാൽ അല്ലെങ്കിൽ നരകത്തിലേക്ക് പോയാൽ അവരുടെ രക്തം ഞാൻ നിങ്ങളോട് ചോദിക്കും. സോ യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ നെയ്ബർ. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. സെയിം ക്ലാസ്സിലെ സെയിം ബെഞ്ചിലിരുന്ന് പഠിച്ച വിശ്വാസിയായ വിദ്യാർത്ഥിയുടെ സഹപാഠികൾ അവർ കർത്താവിനെ അറിയാതെ നരകത്തിൽ പോയാൽ ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ നിങ്ങളും ഞാനുമാണ്. അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇവിടെയാണ് പറയുന്നത് ഹാർവസ്റ്റ് ഈസ് പ്ലെൻറ്റി ബട്ട് ദ ലേബറേഴ്സ് ആർ ഫ്യൂ. നിങ്ങൾ സുവിശേഷം അറിയിക്കാനുള്ള ബാധ്യത എത്ര കൂടുതലാവുന്നു എന്നുള്ളത്. അതുകൊണ്ട് പേടിപ്പിച്ച് പറയല്ല, ഇത് വലിയൊരു ഉത്തരവാദിത്വമാണ്, ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. എന്നാൽ അവൻ നിങ്ങളെ ഓർപ്പിച്ചിട്ട് അവസാനത്തെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അവൻ പാപം ചെയ്യാതെ ദൈവത്തിൻ്റെ വഴികളിലിരുന്നാൽ പ്രബോധനം കൈക്കൊണ്ടാൽ അവനും ജീവിക്കും, നിങ്ങളും ജീവിക്കും, പ്രതിഫലം വലുതാവുന്നു. ഹല്ലേലൂയ!
അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ വചനം പറയുന്നതിന് ഒരു മടിയും വേണ്ട, ആരോടും ഏത് സമയത്തും പറയാം. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ ഒരിടത്ത് ഇങ്ങനെ നടന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് വന്നു, ബ്രദറെ എനിക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നമുക്ക് ഈ പ്രയർ റിക്വസ്റ്റുകൾ ഒരുപാടുള്ളതുകൊണ്ട് പലപ്പോഴും അങ്ങ് മറന്നു പോകും പ്രാർത്ഥിക്കാനായിട്ട്. അത് എന്ന് വെച്ചാൽ ഞാൻ പറയും നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡായിരുന്നു. ഞാൻ എന്നെ പിടിച്ച് അവിടെ നിർത്തി കഴിഞ്ഞിട്ട് ആ ബസ് സ്റ്റാൻഡിൽ അവിടെ നിന്ന് അങ്ങ് പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം, നീ പ്രാർത്ഥിച്ചോളാൻ പറയുന്നു. അവിടെ നിന്ന് അങ്ങ് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ നോക്കുന്നുണ്ട് എന്തായി സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധി എവിടെയും ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, ദൈവം ആ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് നമ്മൾ ഒരു രീതിയിലും ഷൈ ആവുകയും അമാന്തിക്കുകയും ഒന്നും വേണ്ട. ഇത് വലിയ കാര്യമാണ്. നമുക്കത് വലിയ കാര്യമെന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് നാണവും ഷൈയും ഒക്കെ വരുന്നത്. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന നിങ്ങളുടെ സഹപാഠി, നിങ്ങളുടെ ബെഞ്ചിലിരുന്ന് 10, 20, 30 വർഷം അല്ലെങ്കിൽ 15 വർഷം നിങ്ങളോട് പഠിച്ച സഹപാഠി ദൈവത്തെ അറിയാതെ നരകത്തിൽ പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരോടെ പറയും? അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഇൻസിഡൻസ് വരുമ്പോഴേ ദൈവത്തെ നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇനി പുതിയ നിയമത്തിലെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചുകൂടെ സംസാരിച്ചിട്ട് ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. പുതിയ നിയമത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ അവൻ യഹൂദദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി അവൻ ശമരിയയിൽ കൂടി പോയി. ശരിക്കും ശമരിയും ഇസ്രായേലുകാരും തമ്മിൽ വലിയ ബന്ധമില്ലായിരുന്നു. എന്നാൽ അവർ ശമരിയയിൽ കൂടി അവർ പോകുമായിരുന്നു. പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴേ നമുക്കറിയാവുന്നതാണ്, അവിടെ ഒരു സ്ത്രീയെ കണ്ടു. എല്ലാവർക്കും അറിയാം, ശമരിയക്കാരി സ്ത്രീയെ കണ്ടു. യേശുക്രിസ്തു അവരോട് പറയുന്നു, കോരുവാൻ പാത്രമില്ലല്ലോ, പിന്നെ അവൻ ജീവനുള്ള വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് ആരാധനയിലേക്ക് വന്നു. ആരാധനയിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ ആളുകളൊക്കെ മലയിലൊക്കെ പോകുന്നതാണ് ആരാധിക്കാനായിട്ട്. ആ മലയിൽ അതിന് അവസാനം അത് പറഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുന്നു, ആ മലയിൽ ഈ മലയിലും ഒന്നുമല്ല ദൈവമുള്ളത്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്നുള്ള വലിയൊരു ട്രൂത്ത്, ഒരു സത്യം അവളോട് പറയുന്നു. അന്നേരം ഒരു കാര്യമുണ്ട്, ഒരു ഇവാഞ്ചലിസത്തിൻ്റെ ഒരു സ്റ്റൈൽ അവിടെ കാണുന്നുണ്ട്. അതാ പറയാനായിട്ട് ഞാനിത് എടുത്തത്. ഇവാഞ്ചലിസത്തിൻ്റെ ഒരു സ്റ്റൈൽ അവിടെ കാണുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം നാച്ചുറൽ, ടെൻഡിങ് ടു സ്പിരിച്വൽ ആൻഡ് സെറ്റിൽ ഇൻ ക്രൈസ്റ്റ്. ഇതാണ് ഇവാഞ്ചലിസത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ഇവിടെ എന്തുവാ, വെള്ളം ആണ് തുടങ്ങിയത്, ദാഹം വെള്ളം. അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് യേശുക്രിസ്തു ഷിഫ്റ്റ് ചെയ്ത് ആരാധനയിലേക്ക് വന്നു. അവളുടെ ലൈഫിൻ്റെ സ്റ്റോറിയിലേക്ക് വന്നു. അന്നേരം അവൾ ആദ്യം പ്രവാചകൻ എന്ന് പറഞ്ഞു, മിശിയ എന്ന് പറഞ്ഞു. അവസാനം അൾട്ടിമേറ്റ്ലി അത് വന്നിട്ട് ദൈവത്തെക്കുറിച്ചുള്ള വലിയ വെളിപ്പാട് അവിടെ കൊടുക്കുന്നു. സെറ്റിൽ ഇൻ ക്രൈസ്റ്റ്. സോ സ്റ്റാർട്ടിങ് ഫ്രം നാച്ചുറൽ, ടെൻഡിങ് ടു സ്പിരിച്വൽ, സെറ്റിൽ ഇൻ ക്രൈസ്റ്റ്. ഇതാണ് പേഴ്സണൽ ഇവാഞ്ചലിസ്റ്റിൻ്റെ വലിയൊരു പ്രിൻസിപ്പിൾ. ഗോ ആൻഡ് മേക്ക് എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മുടെ കൂടെ നമ്മൾ സംസാരിക്കുന്ന അനേകം ആളുകൾ കാണും. അന്നേരം അവർ ഈ ലോകത്തിലുള്ള പല കാര്യങ്ങൾ പറയുമ്പോഴേ നിങ്ങളുടെ ഉള്ളിലുള്ള അതാണ് പറഞ്ഞാൽ സംസാരിക്കണം, നാവിൻ്റെ കെട്ടൊക്കെ അഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക, അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേ അവിടെ നിന്ന് ഗ്രാജുവലി യേശു ക്രിസ്തുവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. യേശുവിൻ്റെ കാര്യം അവരുടെ പറയാനായിട്ട് പറ്റും. ഇവിടെ ഈ സ്ത്രീയോട് ആ രീതിയിലാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നുള്ളതാണ് ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ അതിനകത്ത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ സംഭവിച്ചത് 28-ാം വാക്യത്തിൽ 4:28 വാക്യം തൊട്ട് അങ്ങോട്ട് വായിക്കുമ്പോൾ അവൾ വന്നത് വെള്ളം കോരാനായിട്ടാണ്. അവളുടെ എയിം എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് വെള്ളം കോരി കൊണ്ടുപോകാനാണ്. എന്നാൽ 28-ാം വാക്യത്തിൽ കാണുന്നത്, അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ, അവൻ ഒരു പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിനവൻ, നിങ്ങളറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് അവരോട് പറഞ്ഞു. ആകയാൽ വല്ലവനും അവൻ ഭക്ഷിപ്പാൻ കൊണ്ടുവന്നോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 39-ാം വാക്യത്തിൽ, ഞാൻ ചെയ്തത് ഒക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമരിയിലും അവനിൽ വിശ്വസിച്ചു.
അങ്ങനെ ശമര്യർ അവൻ്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. നോക്കി, ഒരു നല്ല രീതിയിൽ ജീവിക്കാത്തൊരു സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനൊരു സ്ത്രീ, ഒരു ശമര്യക്കാരിയായ സ്ത്രീ യേശുവിൻ്റെ ഇൻട്രാക്ഷനിൽ ടേൺഡ് ഇൻ ടു എ മിഷണറി, ഒരു മിഷണറിയായി മാറി അല്ലേ. അവൾ യേശു എന്ന മെസ്സിഹായെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന ഒരു വ്യക്തി ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശമര്യ പട്ടണത്തിൽ പോയി. അവിടെ ശമര്യ പട്ടണത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതല്ലേ ശമര്യ പട്ടണത്തിലുള്ള ആൾക്കാർ അവൾ പറഞ്ഞതെല്ലാം കേട്ട് യേശുവിനെ കാണാനായിട്ട് വന്നു. അന്നേരം യേശുവിനെ കണ്ട് 2 ദിവസം അവനോട് പാർത്ത് യേശുവിൻ്റെ വചനം കേട്ട് അനേകം ആളുകൾ വിശ്വസിച്ചു. അന്നേരം ഒരിക്കലും നെവർ എക്സ്പെക്റ്റഡ് അങ്ങനെ ശമര്യക്കാരി സ്ത്രീ യേശുവിന് വേണ്ടി വിറ്റ്നസ് ആവുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. സോ എ മെയ്ഡ് ടേൺ ടു എ മിഷണറി. ഒരു ശമര്യക്കാരിയായ സ്ത്രീക്ക് ഒരു രീതിയിലും അങ്ങനെ യേശുവിൻ്റെ കാര്യം പരസ്യമായിട്ട് പ്രസ്താവിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ ഒരു സ്ത്രീക്ക് അങ്ങനെ ആകാൻ പറ്റുമെങ്കിൽ നമുക്കൊക്കെ എത്ര ആകാൻ പറ്റും? അതാണ് ദൈവം കമാൻഡ് ചെയ്ത്, ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്, ഗോ ആൻഡ് പ്രീച്ച്. ലോകത്തൊക്കെയും പോയി സുവിശേഷം അറിയിക്കാനായിട്ട്. യേശു ഇവിടെ തന്നെ പറയുന്നുണ്ട് 35-ാം വാക്യത്തിൽ, ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ഇവിടെ ഈ കൊയ്ത്ത് എന്നൊക്കെ പറയുന്ന ശിഷ്യന്മാരോട് പറയുന്നതാണ്. ശിഷ്യന്മാർ ഭക്ഷണം കൊള്ളുവാനായിട്ട് പോയി ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ അയച്ചവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതിന് എൻ്റെ ആഹാരമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, കൊയ്ത്ത് വരുന്നു, 4 മാസം കഴിഞ്ഞ് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ശരിക്കും ഈ കൊയ്ത്ത് എന്ന് പറയുന്ന ഹാർവസ്റ്റ്, ഈ ഹാർവസ്റ്റിലേക്ക് അനേകം വേലക്കാർ ആവശ്യമാവുന്നു. ഇന്ന് അനേകം വേലക്കാർ ആവശ്യമാവുന്നു. ഈ വേലക്കാരെന്ന് പറയുമ്പോൾ അത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഇത് ഈ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ചില എൽഡേഴ്സ് അല്ലെങ്കിൽ ചില അച്ഛന്മാർ, ചില ഉപദേശിമാർ ഒക്കെയാണ് വേലക്കാരെന്നാണ്. അല്ലല്ല, വേലക്കാരെന്ന് പറഞ്ഞാൽ all men and women who are placed at the strategic centers of the marketplace. മാർക്കറ്റ് പ്ലേസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ കൂടുതലായിട്ട് ക്ലിയർ ആയിട്ട് പറയാം. നമ്മളെല്ലാം ആയിരിക്കുന്ന മാർക്കറ്റ് പ്ലേസിലാണ് ഇന്ന് സാത്താൻ്റെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അത് ഈ സാത്താൻ്റെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ നടക്കുന്നിടത്താണ് ഇന്ന് ആളുകളെ ആവശ്യമായിട്ടുള്ളത്. അല്ലാതെ വിശുദ്ധന്മാരുള്ള പള്ളിയിലല്ല ആളിനെ ആവശ്യം. വിശുദ്ധന്മാർ വരുന്ന വർഷിപ്പ് ചെയ്യാൻ വരുന്ന സഭായോഗങ്ങളിലും പള്ളികളിലും അല്ല ഇന്ന് മിഷണറി ആവശ്യം. ഇവാഞ്ചലിസ്റ്റിനെ ആവശ്യമെന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല. ഇന്ന് അവരെ ആവശ്യം പുറത്തുള്ള സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നത് ഉപദേശിമാരുടെയും അച്ഛന്മാരുടെയും അതുപോലെയൊക്കെ ഉള്ളവരുടെ വിളിക്കപ്പെട്ടവരുടെ എന്നല്ല, എല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. ഇവിടെ കണ്ടോ, ഒരു ശമര്യക്കാരിയായ സ്ത്രീ പോയി ശമര്യയിലുള്ള വില്ലേജിൽ മുഴുവൻ സുവിശേഷം അറിയിച്ച് അവരെല്ലാം കർത്താവിനെ വന്ന് കണ്ട് 2 ദിവസം കൂടെ പാർത്ത് അവനിൽ വിശ്വസിച്ചു. ഇനി നിന്നിൽ നിന്ന് എനിക്ക് വേണ്ട, ഞങ്ങൾ അവനിൽ നേരിട്ട് കേട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് യേശു പറയുന്നു, കൊയ്ത്ത് ധാരാളമുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിലേക്ക് നമ്മൾ പ്രിപ്പയർഡ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കുക. കൊയ്ത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകാനായിട്ട് പ്രിപ്പയർഡ് ആണോ എന്ന് ചിന്തിക്കുക. ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾ. ഇത് 4ാമത്തെ പ്രിൻസിപ്പിളാണ്, പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഇസ്രായേൽ മക്കളുടെ കാവൽക്കാരാക്കി നിങ്ങളെ വെച്ചിരിക്കുന്നു. ഇപ്പോഴേ ശമര്യക്കാർ, നേരത്തെ ഇസ്രായേലിനോട് പറഞ്ഞു, ഇപ്പോൾ ശമര്യക്കാർ സ്ത്രീയോട് പറഞ്ഞു. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് വി ആർ ഓൾ പ്ലേസ്ഡ് ഫോർ ദിസ് ഹാർവസ്റ്റ്. നമ്മളെല്ലാം ദൈവം ഈ ഹാർവസ്റ്റിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ആയി ഇറങ്ങുമോ? ദാറ്റ് ഈസ് ദ ഇവാഞ്ചലിസം ആൻഡ് ദ മിഷൻ ഓഫ് ദ ചർച്ച്. ചർച്ചിൻ്റെ ദൗത്യവും അതുതന്നെയാണ്. ഇവിടെ ദ മെത്തേഡ് യേശു ഇവിടെ പഠിപ്പിച്ചു. 6-ാം പ്രതി സുവിശേഷ വേലയുടെ മെത്തേഡ് ഇവിടെ പറഞ്ഞു തന്നു. എങ്ങനെയാണ്? സ്റ്റാർട്ടിങ് ഫ്രം നാച്ചുറൽ, ടെൻഡിങ് ടു സ്പിരിച്വൽ, സെറ്റിൽ ഇൻ ക്രൈസ്റ്റ്. ഒരു പ്രിൻസിപ്പിളാണ്. സാധാരണയുള്ളതിൽ തുടങ്ങി അതിൽ ദൈവത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കർത്താവിൽ കൊണ്ട് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, എനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. രാവിലെ നടക്കാൻ പോകുന്നവർ ചിലരുണ്ടല്ലോ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നടക്കത്തില്ലേ? എന്തൊക്കെ രാഷ്ട്രീയ കാര്യങ്ങളാണ് പറയുന്നത്?
കേരളത്തിലെ രാഷ്ട്രീയം, സ്റ്റേറ്റിൻ്റെ നാഷണലിൻ്റെ രാഷ്ട്രീയം, ഇൻ്റർനാഷണൽ കാര്യം, അറബിൻ്റെ യുദ്ധം, അറബിക് യുദ്ധം, ഇവിടെ നടക്കുന്ന TV ചാനലിലെ ചർച്ച, ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തീയ മൂല്യങ്ങളെക്കുറിച്ചോ ഒക്കെയുള്ള 2-3 ചർച്ച ഒരു ദിവസം വെക്കുമോ? നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫ്രീ ടൈമിലിരുന്ന് ഓരോരുത്തർ വലിയ വലിയ ശബ്ദത്തിൽ ഓരോ കാര്യങ്ങൾ, ഓരോ ജോക്കുകളൊക്കെ പറയുമല്ലോ. സിനിമയുടെ ജോക്കുകൾ പറയും, അങ്ങനെ പല ജോക്കുകൾ പറയാറില്ലേ? അതിനിടയിൽ കർത്താവ് പഠിപ്പിച്ച ചില കാര്യങ്ങൾ, ചില കഥകൾ, ചില ഉപമകൾ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ശിഷ്യത്വ ബോധം ഉള്ളിൽ വേണം. ഞാൻ കർത്താവിൻ്റെ ശിഷ്യനാണ്, കർത്താവിൻ്റെ ശിഷ്യയാണ് എന്നുള്ള ആ ബോധം ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അത് പറയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കതിനു വേണ്ടി ചിന്തിക്കാം, ശക്തി പ്രാപിക്കാം. ഈ ശിഷ്യത്വം ഇവിടെ തീർന്നിട്ടില്ല. ഇനി നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് ഉള്ള ഉദാഹരണങ്ങൾ, ശിഷ്യൻ്റെ ക്വാളിറ്റീസ്, അതുപോലെ പുതിയ നിയമത്തിലെ വേലയെക്കുറിച്ച് ഒക്കെ നമ്മൾ ഇനിയും ദിവസങ്ങൾ ചിന്തിക്കും. നമുക്കിതെല്ലാം ചേർന്ന് ചിന്തിക്കുമ്പോഴേ തീർച്ചയായും ദൈവം നമുക്ക് വലിയ വലിയ അറിവുകളും വലിയ റെവലേഷനും ഉള്ളിൽ ചേരും. അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്, തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. വലിയ അനുഗ്രഹങ്ങൾ, വലിയ നന്മകൾ വന്നു ചേരാനായിട്ട്. പ്രത്യേകിച്ച് ചില സബ്ജക്റ്റുകളിലൊക്കെ ചില കുഞ്ഞുങ്ങൾ ഭയങ്കര വീക്കാണ്. പരീക്ഷ എഴുതാനായിട്ടുള്ള പേടിയോടുകൂടിയിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട് നിങ്ങളുടെ ഭവനത്തിൽ. ചില സബ്ജക്റ്റിൽ വീക്കാണ്. അവർ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജയിക്കുമെന്ന് അറിയത്തില്ല എന്ന്. ഇന്ന് ആ വിഷയങ്ങളെയൊക്കെ ഓർത്താ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായും ദൈവം വലിയ റിലീസ് അവരുടെ ജീവിതങ്ങളിൽ കൊടുക്കും. വിശ്വാസത്തോട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവം വലിയ റിലീസ് കൊടുക്കും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ക്രിസ്തുവെ ശിഷ്യത്വത്തിൻ്റെ പടികളിലേക്ക് ഞങ്ങളെ നടന്ന് നീങ്ങുമ്പോഴേ കർത്താവ് വലിയൊരു ഉത്തരവാദിത്വമാണ് മിഷനിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അറിയുന്നു. ആളാം പ്രതിയായുള്ള സുവിശേഷ വേല ചെയ്യുവാനായിട്ട് ഇന്ന് കർത്താവെ അത് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടല്ലോ. ദൈവമേ, ഞങ്ങളത് ചെയ്യുവാനായിട്ട് കൃപയൊരുക്കണമേ, സഹായിക്കണമേ. ഞങ്ങളെല്ലാം തികഞ്ഞവരൊന്നുമല്ല, കുറവുള്ളവരാണ് കർത്താവെ. നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. എന്നാൽ നിൻ്റെ ആത്മാവ് ഞങ്ങളെ ശക്തീകരിക്കുമ്പോഴേ, ഞങ്ങളെ എംപവർ ചെയ്യുമ്പോഴേ ഞങ്ങൾക്കെല്ലാം കഴിവുള്ളവരായി തീരുന്നു ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ വേല ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പ്രത്യേകിച്ചും അടുത്ത തലമുറകളെ ഞങ്ങളെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കെട്ടുകളിലിരിക്കുന്ന തലമുറകളെ, മദ്യത്തിന് അടിമയായവരെ, മയക്കുമരുന്നുകൾക്ക് അടിമയായവരുണ്ട് കർത്താവെ. പഠനത്തിലെ വൈകല്യങ്ങൾ വന്ന് പഠിക്കാൻ വയ്യാതിരിക്കുന്നവരുണ്ട് കർത്താവെ. ബുദ്ധിയില്ലാതെ ചില സബ്ജക്റ്റുകളും ഒരിക്കലും മനസ്സിലാകാതിരിക്കുന്നവരുണ്ട്. ഇവരെയൊക്കെ ഞങ്ങളിപ്പോഴേ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പേരായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ അവരുടെ ബുദ്ധിയെല്ലാം ഈ ദിവസങ്ങളിൽ തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിലൊക്കെ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ചങ്ങലകളുണ്ടെങ്കിലൊക്കെ ബന്ധനമെല്ലാം പൊട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ബുദ്ധിയില്ലാത്തവർക്ക് പരിജ്ഞാനം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹയർ അഡ്മിഷൻ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അതിപ്പോഴേ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന മാസങ്ങളിലെ പരീക്ഷ എഴുതുന്നവർ കൂടുതൽ മാർഗോടുകൂടി ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്തവരെ നീ അനുഗ്രഹിച്ച ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങളിത് തുടർന്നും വാച്ച് ചെയ്യണം. ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പ്രയർ റിക്വസ്റ്റുകൾ അതിൽ പറയുന്ന ഇമെയിൽ ID ഉണ്ട്, അതുപോലെ വാട്സാപ്പ് നമ്പറുണ്ട്, അതിലേക്ക് അറിയിക്കണം. ഇത് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.